പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ ദീപാലങ്കാരം വൻ വിജയമായ സാഹചര്യത്തിലാണ് തീം അധിഷ്ഠിത വെളിച്ചവിന്യാസം ഇത്തവണ കോഴിക്കോട് നഗരത്തിലും ഒരുക്കിയിരിക്കുന്നത്. ദിനംപ്രതി നിരവധി പേരാണ് സായാഹ്നം മനോഹരമാക്കാൻ മാനാഞ്ചിറയിലെത്തുന്നത്. ദീപാലങ്കാരം മികച്ച അനുഭവമെന്ന് നാട്ടുകാർ. നമ്മള് സെറ്റ് ആക്കും. ഇവിടെ നല്ല ലൈറ്റിങ്സ്, നല്ല കാര്യങ്ങളൊക്കെ, കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയാണ് സംഗതി. ഓരോ സെറ്റിംഗ്സ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോഴൊരു ലൈറ്റും ഇതൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് അറിയാമെന്നാണ്. വെരി വെരി ഫാന്റാബുലസ്, പറയാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര എൻജോയ്മെന്റ് ആണ്. കുടുംബം വന്നിട്ട് വേറൊരു ആവശ്യത്തിനായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോഴും അതൊക്കെ കട്ട് ചെയ്തു. വി കെയിം ഹിയർ. നമ്മളൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിരുന്നു, പർച്ചേസൊക്കെ മറന്നു. അതിനേക്കാളും വൈബാണ്, ഭയങ്കരമായിട്ടുണ്ട്, ഭയങ്കര സന്തോഷമായി. ഇലൂമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിലുള്ള ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം കൂട്ടുകാർക്ക് ഒരുമിച്ച് വരാൻ, ഒറ്റയ്ക്ക് വരാൻ, ആസ്വദിക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് നാടിനെ മാറ്റിത്തീർക്കാൻ, പുതുവത്സരത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി. എല്ലാവരും മനുഷ്യ നന്മ, എല്ലാവരും സന്തോഷിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിന്റെ കാഴ്ചപ്പാട്. 100 കിലോ തൂക്കവും 30 അടി നീളവുമുള്ള കേക്ക് മുറിച്ചായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടനം. മേയർ ഡോക്ടർ ബീന ഫിലിപ്പും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും മതമേലധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. വൈകുന്നേരം 6 മണി മുതൽ വൈവിധ്യമാർന്ന കലാപരിപാടികളും മാനാഞ്ചിറയിൽ നടക്കും. ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലും പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ദീപാലങ്കാരം ഒരുക്കും.